ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കൂരിയാടാണ്. കൂരിയാട് പുതിയ മാറ്റങ്ങൾ എന്തൊക്കെയാ വന്നു എന്നാണ് നോക്കുന്നത്. കൂരിയാട് റോഡ് താഴ്ന്നതിന് ശേഷം നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തതിന് ശേഷം അധികമൊന്നും ഇങ്ങോട്ട് വന്നിട്ടില്ല. പിന്നെ പുതിയതായിട്ടുള്ള താൽക്കാലിക സർവീസ് റോഡിന്റെ വർക്കുകളൊക്കെ തുടങ്ങി എന്നുള്ള വാർത്തകൾ കേട്ടു. നമ്മൾ അവിടെ പോയിന്ന് കണ്ടിരുന്നു. അതിന് ശേഷം പുതിയതായി വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്താണെന്നാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പൊ താൽക്കാലിക സർവീസ് റോഡിന്റെ വർക്കുകൾ നടക്കുന്ന ഒരു സമയത്തായിരുന്നു നമ്മളിവിടെ വന്നത്. അതിന് ശേഷം പുതുതായിട്ട് വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്താണെന്നാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോകുന്നതിന് മുന്നേ ഇവിടെ കുറച്ച് ഭാഗത്ത് പുതിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഈ സെന്റർ ഭാഗത്ത് ഇവിടെ കുറച്ച് ഭാഗത്ത് ഇതാ ഇവിടെ ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്ത് ഒരു വാളല്ല, ഇതൊരു ഉയർത്തി ക്രഷ് ബാരിയറിന്റെ ഭാഗത്ത് ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് പുതിയതായിട്ട് വന്നതാണ്. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ കുറച്ച് വീതിയിൽ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്, കുറച്ച് ഹൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഉള്ളൊരു ഭാഗമായിരുന്നു തോന്നുന്നത്. ഈ സൈഡിൽ കാണുന്ന പോലെ ഇവിടെയൊക്കെ വെള്ളം ഒഴുകി വന്ന് ആകെ ചളിയായി കിടക്കുകയാണ്. മഴ ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ, മഴ പെയ്യാത്തൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ വന്നതാണ്. വീഡിയോ വരാൻ പറ്റാത്തത് മഴ കാരണമാണ്. എല്ലാ ദിവസവും ഇപ്പം മഴയുണ്ട്, അതുകൊണ്ട് ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട് വീഡിയോ എടുക്കാൻ. അപ്പം ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ഒരു സിസ്റ്റമാണ് വാഹനങ്ങൾ പോകുന്നത്. അധിക വാഹനങ്ങളൊന്നും ഈ വഴി വരുന്നില്ല. കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ഇതിലേയും പോകുന്നുണ്ട്. കുറച്ച് പേര് കോഴിക്കോട് ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ അവിടെയുള്ള കൂരിയാട് അണ്ടർപാസിന്റെ ഉള്ളിലൂടെ വന്നിട്ട് ആ കാണുന്ന റോട്ടിലൂടെയാണ് ഇപ്പോൾ ഹൈവേയിലേക്ക് കയറി വരുന്നത്. ഇത് നമ്മുടെ വേങ്ങര, ചെമ്മാട് അങ്ങനെയുള്ള വേങ്ങര ഭാഗത്തേക്ക്, മലപ്പുറം ഭാഗത്തേക്കൊക്കെ പോകുന്ന ബസ്സുകളാണ്. ഇതുവഴിയാണ് ഇപ്പോൾ ഇങ്ങനെയാണ് കടന്നു പോകുന്നത്. അപ്പൊ നമുക്ക് കൂരിയാട് 2 ലൈനായിട്ടുള്ള പാലം നിങ്ങൾക്കറിയാം. ആ പാലത്തിന്റെ താഴ്ഭാഗത്ത് എന്താണ് ഇപ്പോൾ, എങ്ങനെയാണ് അവിടുത്തെ ഒരു സ്ഥിതിവിശേഷം എന്നാണ് നമ്മളിന്ന് നോക്കേണ്ടത്. ആ ഭാഗത്തൊക്കെ കുറേ ഭാഗത്തൊക്കെ കോൺക്രീറ്റ് ചെയ്യുന്ന വർക്കുകളൊക്കെ നടന്നിരുന്നു. അതുകൂടാതെ പുഴയിൽ വെള്ളമൊക്കെ നിറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കാം. ഇങ്ങനെയാണ് ഇവിടെ നിന്നുള്ള ഒരു കാഴ്ചകള്. പുഴ നല്ല സ്പീഡിൽ ഒഴുകുന്നുണ്ട്, നിറഞ്ഞൊഴുകുന്നുണ്ട്. നമുക്ക് താഴെ ഒന്ന് പോയി നോക്കാം. ഇവിടെ 2 ലൈന്, ഇവിടെ 3 ലൈന്. ഇത്രയും ഭാഗത്തെ വീതിയാണ് ഇവിടെ കുറഞ്ഞു പോയത്. അതുപോലെ അപ്പുറത്തും കാണാം ഒരു കട്ടിങ്, ആ ഭാഗത്തുള്ള കട്ടിങ്. ഇതൊക്കെ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും. ഞാൻ ഒന്നുകൂടെ കാണിക്കുകയാണ്. പുതുതായിട്ടൊക്കെ വന്ന ആളുകളുണ്ട്, പുതിയ കുറേ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ ചാനൽ മുഴുവനായിട്ടും കാണാം, വീഡിയോ മുഴുവനായിട്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇവിടെ ഒരു ഹോളൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട്, പുതുതായിട്ട് ചെയ്തതാണ്. അതുകൊണ്ട് ഇവിടെ കുറച്ച് ഭാഗത്തൊരു വെള്ളം നിൽക്കുന്നുണ്ട്. നമുക്ക് ഇനി അങ്ങോട്ടാണ് പോയി നോക്കാം. ഇവിടെ വരെയൊക്കെ ടാർ ചെയ്തിട്ടുണ്ട് ഈ ഭാഗം. അവിടെയൊക്കെ എന്തോ വർക്കുകളൊക്കെ നടന്ന പോലെയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. സർവീസ് റോഡുണ്ട് ഇതിൻ്റെ താഴെ ഭാഗത്ത്. സർവീസ് റോഡിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് പുഴൻ്റെ ഭാഗത്തേക്ക് പോണ സർവീസ് റോഡ്. ഈ സർവീസ് റോഡിൻ്റെ സൈഡിലും ഇതിന്റെ ഈ കോൺക്രീറ്റ് വാൾ ചെയ്ത ഭാഗത്തും ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് കുറെ ഭാഗത്തൊക്കെ മണ്ണ് ഇടിച്ചിലൊക്കെ സംഭവിക്കുന്നത്. ഈ ഭാഗത്തൊക്കെ കോൺക്രീറ്റ് ചെയ്യാത്തത് കൊണ്ട്. അപ്പൊ ഇവിടെയൊക്കെ കോൺക്രീറ്റ് ചെയ്ത് ഇവര് നേരത്തെ തന്നെ സെറ്റ് ആക്കിയിട്ടുണ്ട്. താഴ്ഭാഗത്തേക്ക് നമ്മളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇവിടുത്തെ സ്ഥിതിഗതി എന്ന് നോക്കാം നമുക്ക്. പാലത്തിന്റെ അടിയിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു വലിയൊരു വെള്ളക്കെട്ടായി നിൽക്കുന്നുണ്ട്. ഈ വീടൊക്കെ ഉള്ള ഒരു ഭാഗത്ത് കാണാം. പഴയ പാലത്തിന്റെ പുതുതായിട്ട് ഹോളുകളൊക്കെ കൊടുത്ത അതിലൂടെയൊക്കെ വെള്ളമൊക്കെ ഒഴുകി വരുന്നുണ്ട്. ഇവിടെ വെള്ളം നിൽക്കുന്ന ഒരു ഭാഗം ഉണ്ടായിരുന്നു. നമ്മൾ പുതുതായിട്ട് ഡ്രെയിനേജ് ഒക്കെ കൊടുത്തിട്ടുണ്ടല്ലോ, ആ ഡ്രെയിനേജിലൂടെ വരുന്ന വെള്ളം പുഴയിലേക്ക് ഒഴുകി പോകാൻ വേണ്ടി താൽക്കാലികമായിട്ടുള്ള ഒരു രീതിയിൽ ഒരു മണ്ണൊക്കെ നീക്കി ഒരു തോട് പോലെ കീറി കൊടുത്തിട്ടുണ്ട്. പുഴേൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. നല്ല
ഇതില് കുത്തി ഒഴുകുന്നുണ്ട്. നല്ല ഒഴുക്കാണല്ലേ. ഇവിടെ ഒരാളുണ്ട്, നിങ്ങൾ ചോദിച്ചാ. ഇവിടെ കോൺക്രീറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ പ്രശ്നം ഉണ്ടാവില്ല. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടേക്കാണ് മണ്ണ് ഇടിഞ്ഞു പോയിട്ടുള്ളത്. പോയ വീതി കൂടി കൂടി വരികയാണ്. എവിടാ? അതിന്റെ ഇതുകൊണ്ട് തള്ളല് കൊണ്ടാണല്ലേ. ഈ പാലത്തിന്റെ വർക്ക് നടക്കുമ്പോ ഉള്ള ആള് പറയുന്നത് എന്താ പറഞ്ഞാല്, ഇവിടെ ഡ്രില്ലിങ് പൈലിംഗ് ഒക്കെ നടന്ന സമയത്ത് ഉള്ള തരിപ്പ് കാരണം വിണ്ട് കയറിയതുകൊണ്ട് വെള്ളം വന്നപ്പോ മണ്ണിടിഞ്ഞു പോയതാണെന്നാണ് പറയുന്നത്. ഇവിടെയും കാണാൻ ചെറുതായിട്ട് വിണ്ട് കയറിയിട്ടുണ്ട്. പുതിയതായിട്ട് കോൺക്രീറ്റ് ചെയ്ത ഈ ഭാഗം, ഇതിലൂടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഈ ഭാഗത്തൊക്കെ. എന്തൊരു സ്ട്രോങ് ആണല്ലേ, നല്ല ശക്തമായിട്ടുള്ള ഒഴുക്കാണ് ഇവിടെ. അപ്പൊ പുഴ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും വെള്ളം ഇങ്ങനെ കൂടി വരുന്നൊരു സ്ഥിതിയാണ് ഇപ്പോ. അപ്പൊ ഈ ഭാഗത്തുള്ളൊക്കെ മണ്ണുകളൊക്കെ ഒഴുകി പോകുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇവിടെ കറക്റ്റായിട്ടുള്ള ഒരു കെട്ടൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് വെള്ളം കൂടുന്നതിനനുസരിച്ച് ഇവിടെയൊക്കെ ഇങ്ങനെ കുത്തി ഒഴുകുന്നതുകൊണ്ട് ഇവിടുത്തെ കെട്ടുകളൊക്കെ പൊട്ടിപ്പോകുന്നുണ്ട് പല ഭാഗത്തും. അവിടെ കാണാം, നമുക്ക് ഇപ്പോൾ കണ്ടത് മണ്ണിടിഞ്ഞു പോയിട്ടുണ്ട്. ഈ വീട്ടുകാരത്താണ് തോന്നുന്നത്. ഇവിടെ വിറക് ഇങ്ങനെ കൊണ്ടുവന്ന് കൂട്ടി വെച്ചാണ്. ഇവിടെ ഒരു സ്കൂട്ടർ, അതിൽ ഇവിടെ പുഴയൊക്കെ ഇറങ്ങി പോവാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റെപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. വീട്ടുകാർ കൊടുത്തതാണ്. നല്ല വേഗത്തിലുള്ള ഒഴുക്കുണ്ട്. ആ കാണുന്ന പാലല്ലേ, ആ പാലത്തിലൂടെ ഇപ്പൊ കോഴിക്കോടേക്ക് വാഹനങ്ങൾ കടന്നു പോകുന്നത്. അതല്ലാതെ വേറെ പോകുന്നത് മമ്പുറം ഭാഗത്തുള്ള ഒരു പാലമുണ്ട്, പിന്നെ ചെമ്മാട് ഭാഗത്തുള്ള പാലമുണ്ട്. ആ പാലത്തിലൂടെയൊക്കെയാണ് വാഹനങ്ങൾ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്നത്. നമ്മൾ കൂരിയാട് അണ്ടർപാസിന്റെ ഉള്ളിലോട്ട് വന്നിട്ടുണ്ട്. ഇതാണ് വേങ്ങര ഭാഗത്തേക്ക് പോകുന്ന റോഡ്. ഇതാണ് ഇപ്പൊ കോഴിക്കോട് ഭാഗത്തു നിന്നൊക്കെ വരുന്ന വാഹനങ്ങളാണിത്. അണ്ടർപാസിന്റെ ഉള്ളിലൂടെ ഇങ്ങനെ നേരെ അങ്ങോട്ട് തൃശ്ശൂർ ഭാഗത്തേക്ക്, നമ്മളെ കോട്ടക്കൽ ആ ഭാഗത്തേക്കാണ് പോകുന്നത്. ഇതുവഴിയാണ് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ കക്കാട് ഭാഗത്തൂടെ കടന്നു പോയിട്ടാണ് പോകുന്നത്. അപ്പൊ നമുക്കിനി വർക്ക് നടക്കുന്ന ഈ ഭാഗത്തേക്കൊന്ന് പോയി നോക്കാം. മണ്ണെടുക്കുന്ന വർക്കുകൾ എന്തായി, ഇവിടെയുള്ള റോഡിന്റെ വർക്കുകൾ എന്തായി എന്നാണ് നോക്കുന്നത്. താൽക്കാലിക റോഡിന് വേണ്ടിയുള്ള തുടക്കം ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ഇവിടെയുള്ള സർവീസ് റോഡ് കാണാം. ഈ ഭാഗത്തൊക്കെ കട്ടകൾ താഴോട്ട് തട്ടിയിട്ടതൊക്കെയാണ് ഇവിടെ പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ട് കുറെ ഭാഗത്ത്. ഇതിന്റെ മുകളിൽ നിന്നുള്ള മണ്ണുകൾ എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് പാടത്തിന്റെ ഈ സൈഡിൽ, സർവീസ് റോഡിന്റെ സൈഡിലുള്ള ഭാഗത്ത് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടീന്ന്. അതൊക്കെ ഇപ്പോഴും അതുപോലെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെയുള്ള മുകൾ ഭാഗത്തൊക്കെ ഉള്ള ക്രാഷ് ബാരിയറുകൾ എടുത്തു മാറ്റി കഴിഞ്ഞു. കുറേശ്ശെ ഇങ്ങനെ താഴ്ത്തി കൊണ്ടുവരുന്നുണ്ട്. ഇവിടെയാണ് ഇതിന്റെ മുകളിൽ നിന്ന് എടുത്ത മണ്ണുകളൊക്കെ ഇവിടെയാണ് ഇപ്പോൾ ഫില്ല് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ നമ്മൾ കാണിച്ചിരുന്നു. അതിന് ശേഷം കുറച്ചും കൂടെ ഇങ്ങോട്ടൊക്കെ ഇട്ട് കഴിഞ്ഞു. ഈ ഭാഗത്തേക്കൊക്കെ കൂടുതലായിട്ട് മണ്ണിട്ട് നികത്തിയിട്ടുണ്ട്. പാടം ഫുള്ളായിട്ട് വെള്ളം നിറഞ്ഞ് നിൽക്കുകയാണ്. ഇവിടെ ഫുൾ ചളിയാണ്. അങ്ങോട്ട് പോവാൻ പറ്റുമോ നോക്കട്ടെ. അപ്പോൾ ഒരുപക്ഷെ ഇത്രയും ഭാഗത്തെ മണ്ണുകൾ എടുത്തു കഴിഞ്ഞു. ഇനി കുറച്ചും കൂടെ ഇങ്ങോട്ടുള്ള ഈ ഭാഗത്തു നിന്നുള്ള
മണ്ണും കൂടെ എടുത്തു മാറ്റി കഴിഞ്ഞാൽ വാഹനങ്ങൾ ഇതിലൂടെ കടന്നു പോകാൻ സാധ്യതയുണ്ട്. അധികം വൈകാതെ ഇവിടെയൊക്കെ മുകളിൽ നിന്ന് മണ്ണ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. മണ്ണ് കൊണ്ടുപോകാനുള്ള വണ്ടികളാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ റോഡ് തള്ളിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മണ്ണൊക്കെ ഇവിടെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ വളരെ വേഗത്തിൽ വർക്കുകൾ നടക്കുന്നുണ്ട്. അധികം വൈകാതെ തന്നെ ഇതിലൂടെ യാത്ര ചെയ്യാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇവിടെ വയഡക്റ്റ് പാലത്തിന്റെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഭാഗത്താണ് പൈലിംഗ് വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട്. വളരെ വേഗത്തിൽ വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട്, വർക്കുകൾ നടക്കുന്നുണ്ട്. നമ്മൾ ഇവിടെ വരാൻ കുറച്ച് വൈകിപ്പോയതാണ്. ദിവസവും പുതിയ പുതിയ രീതിയിലുള്ള വർക്കുകളാണ് തുടക്കം ഇട്ടിട്ടുള്ളത്. അപ്പം മണ്ണ് ഇവിടുന്ന് കൊണ്ടുപോകുന്നത് മുൻഭാഗത്തേക്ക് അങ്ങോട്ടാണ്, ആ ഭാഗത്തേക്ക് ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. ഓരോ വണ്ടിയിൽ നിറച്ചു കൊടുത്ത് ഇങ്ങനെ വിടുന്നുണ്ട്. കണ്ടില്ലേ, മുകൾ ഭാഗത്ത് നിന്ന് മണ്ണ് നിറച്ച് വിടുന്നുണ്ട് അവിടെ ഒരു ലോറിയിൽ. അങ്ങനെ വർക്ക് നല്ല വേഗത്തിൽ നടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. കണ്ടില്ലേ, തുറന്നു കൊടുത്താൽ തന്നെ ഒരു പക്ഷേ ഇതില് യാത്ര ചെയ്യാൻ 2 വാഹനങ്ങൾക്ക് കുറച്ച് പ്രയാസമായിരിക്കും. ഇവരെ വണ്ടി തന്നെ കണ്ടില്ലേ, 2 ലോറി കടന്നു പോകാൻ കുറച്ച് പ്രയാസം തന്നെയാണ്. അവർ അത്ര ശ്രദ്ധയോടാണ് ഇതിൽ കൊണ്ടുപോകുന്നത്. അതുപോലെ ആയിരിക്കില്ല നമ്മുടെ യാത്രാ വാഹനങ്ങൾക്ക് പോവാൻ പറ്റുന്ന തോന്നുന്നില്ല. അപ്പോൾ ഒരു സൈഡിലേക്കുള്ള യാത്ര അധികം വൈകാതെ തന്നെ തുറന്നു കൊടുക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ താഴ്ഭാഗത്ത് എത്തിയിട്ടുണ്ട്. മണ്ണ് എടുത്തുകൊണ്ടിരിക്കുന്നത് മുകൾ ഭാഗത്തും വണ്ടിയിൽ കോരി കൊടുക്കുന്നുണ്ട്. അവിടെ ഒരു വണ്ടി പോകുന്നത് കാണാം. മുകൾ ഭാഗത്തൂടെ അങ്ങനെയും കൊണ്ടുപോകുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ വണ്ടികൾ റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഓരോ വണ്ടിയിൽ ഫുള്ളാവുമ്പോൾ അടുത്ത വണ്ടി വരുന്നു, കൊണ്ടുപോകുന്നു, അങ്ങനെ അങ്ങനെ നടക്കുന്നുണ്ട്. ഈ ഭാഗത്തേക്ക് മണ്ണ് നിറക്കുന്ന വർക്ക് കഴിഞ്ഞും തോന്നുന്നു. ഇവിടെ ഒന്നും കാണുന്നില്ല. പാടത്തിന്റെ ഭാഗത്തേക്ക് മണ്ണിട്ട് നിറച്ച് കഴിഞ്ഞു. ഇപ്പൊ എങ്ങോട്ടാണ് മണ്ണ് കൊണ്ടുപോകുന്നതെന്ന് കറക്റ്റായിട്ടുള്ള ഒരു ഐഡിയ ഇല്ല. കുറച്ച് ക്ലിയർ കമ്മി ഉണ്ടാവും. നല്ല മഴ മൂടലുണ്ട്. ഇവിടെ ഒരു ഗ്യാലറി വെള്ളത്തിൽ കിടക്കുന്നത് കാണാം. എത്ര ദിവസമായി ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട്. ഇങ്ങനെ കൂടുതൽ നിന്ന് കഴിഞ്ഞാൽ ഇത് ഫുള്ളായിട്ട് തുരുമ്പെടുത്ത് പോകുന്നതാവും തോന്നുന്നത്. വലിയൊരു നഷ്ടം തന്നെ ആയിരിക്കാം. അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ട് തന്നെ പോയി നോക്കാം. ഞാൻ ഈ വാളിന്റെ മുകളിലാണ് കയറി നിൽക്കേണ്ടത്. അപ്പോൾ ഒരു റിസ്ക് പരിപാടിയാണ്. മഴ പെയ്താൽ പെട്ടെന്ന് തന്നെ മഴ പെയ്താൽ ഇവിടുന്ന് മഴ കൊള്ളും. ഇതിന്റെ നെറ്റ് ഉണ്ടായതുകൊണ്ട് ഇത് എടുക്കാൻ എവിടെയെങ്കിലൊക്കെ കൊണ്ടുപോയി ഇട്ടാലും ഇത് ഒരു സെറ്റ് ആവാനൊക്കെ കുറച്ച് പാടായിരിക്കും. ഇതിനുള്ളിലൊക്കെ ഫുൾ നെറ്റുകളല്ലേ, ഈ പ്ലാസ്റ്റിക് നെറ്റുകള്. അപ്പൊ ഇതിലൊക്കെ ഇനി മരങ്ങളൊക്കെ മുളക്കണ സ്ഥലത്തൊക്കെ എവിടെയെങ്കിലൊക്കെ മരങ്ങള് ചെടികളൊക്കെ വെക്കണോടത്തൊക്കെ കൊടുത്തിട്ടാലും അങ്ങനെയുള്ളതൊന്നും ഉണ്ടാവില്ല. ഇത് എവിടെ കൊണ്ടുപോയി ഇടണ്ടെന്ന് ഒരു ഐഡിയ ഇല്ല. ഇവിടെ വയഡക്റ്റ് വരികയാണെങ്കിൽ ഇനി മണ്ണിന്റെ ആവശ്യമില്ല. ഏകദേശമൊക്കെ മണ്ണിന്റെ ആവശ്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ടേനും ഇനി എവിടേക്കാണ് കൊണ്ടുപോകുന്നതെന്നുള്ള ഒരു ഐഡിയ ഇല്ല. കോഴിക്കോട് എയർപോർട്ടിന്റെ ഭാഗത്തേക്ക് മണ്ണ് ആവശ്യമുണ്ട് എന്നുള്ള നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് ആളുകൾ കമന്റിലൂടെ ഒക്കെ പറഞ്ഞിരുന്നേ. അപ്പോൾ അങ്ങോട്ടായിട്ട് കൊണ്ടുപോകുന്നുണ്ടോന്ന് അറിയില്ല, കറക്റ്റായിട്ട് അറിയില്ല. ഇവിടുന്ന് മണ്ണ് ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പം മഴ തുടങ്ങിയിട്ട് ഏകദേശം 1 മാസത്തിൽ കൂടുതലായി. അത്രയും സമയം ഇവിടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കണേ. ഈ സ്ഥലത്താണ് ഇവര് ഇങ്ങനെയുള്ള ഒരു വർക്ക് ചെയ്തു എന്നുള്ള ഒരു പരാതിയൊക്കെ ആയിരുന്നു ആളുകൾക്കും. വെള്ളം ഒഴുകി പോണില്ല, നിങ്ങൾക്ക് കാണാലോ. മഴ പെയ്തവിടെ ഇവിടെ ഇങ്ങനെ വെള്ളക്കെട്ടായി നിൽക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ വെള്ളം ഒഴുകി പോകാനും കൂടി വേണ്ടിയിട്ടാണ് വയഡക്റ്റ് വേണമെന്ന്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വെള്ളം നല്ല രീതിയിൽ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മണ്ണ് കൊണ്ടുപോകുന്ന ആ ഭാഗത്തേക്കാണ്. അവിടുന്ന് വരുന്ന ലോറികൾ ഇതാ ഇവിടെ വന്നിട്ടാണ് തിരിച്ചു പോകുന്നത്. വീണ്ടും അങ്ങോട്ടാണ് തിരിച്ചു പോകുന്നത്. എങ്ങോട്ടാണെന്നുള്ള ഒരു ഐഡിയ കിട്ടാത്തതുകൊണ്ട്
ആണ് പറയാത്തത്. അപ്പം നമ്മൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് നോക്കാം. ഇവിടെ ക്രാഷ് ബാരിയർ വരെ പൊട്ടിച്ചിട്ടുണ്ട്. ഈ സൈഡിലുള്ള സർവീസ് റോഡിൻ്റെ ഭാഗത്തുള്ള ക്രാഷ് ബാരിയർ പൊട്ടിച്ച് നീക്കിയിട്ടുണ്ട്. ഇവിടെ ഈ പൊങ്ങിയ ഭാഗത്ത് കാണാൻ നമുക്ക് നല്ല രീതിയിൽ പുല്ലൊക്കെ വളർന്നിട്ടുണ്ട്. അങ്ങോട്ട് പോകാൻ പറ്റുമോ നോക്കട്ടെ കേട്ടോ. അപ്പോൾ ഒരു റോഡിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ ഇത്. ഇവിടെ ഫുൾ വാളും ഇപ്പം ചെരിഞ്ഞിട്ടുണ്ട്. അന്നൊന്നും ഇത്ര ചെരിവുണ്ടായിട്ടില്ല. ഇപ്പം നല്ലോണം ചെരിഞ്ഞിട്ടുണ്ട്. ഈ ഭാഗം മുഴുവനായിട്ട് ചെരിഞ്ഞു പോയി നിൽക്കുകയാണ്. ഇതാണ് ഇവിടെ തള്ളിപ്പോയ പുതുതായിട്ട് കര രൂപപ്പെട്ടത്. അവിടെ പൈലിങ് സ്റ്റാർട്ടിങ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്ന് പോകാൻ പറ്റുമോ നോക്കട്ടെ. സോറി, പൈലിങ് അല്ല, പാറ കണ്ടെത്താനുള്ള ഒരു ടെസ്റ്റിങ് ആണ്. അവിടുന്നാണ് ഇങ്ങോട്ട്. അതിന് തന്നെ പൈലിങ് എന്ന് പറയുന്നത് കറക്റ്റായിട്ട് ഇപ്പോൾ ഓർക്കുന്നില്ല. ഓരോ കാര്യങ്ങളിപ്പോൾ കുറേ ആയതുകൊണ്ട് മറക്കുന്നുണ്ട്. ഇപ്പോൾ പാറ കണ്ടെത്താനുള്ള ഒരു ഡ്രില്ലിംഗ് ആണ് അവിടെ നടക്കുന്നത്. പാറ കണ്ടാൽ അവിടുന്നാണ് ഫില്ലറിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യൽ, അത്രയും താഴ്ഭാഗത്തുനിന്ന്. അപ്പോൾ ഈ പാടത്തൊക്കെ പാറ ഉണ്ടാവുമോ അറിയില്ല. അപ്പോൾ അതിൻ്റെ വർക്കാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയായാലും ഇനി ഇവിടെ വയഡക്റ്റ് തന്നെ വരികയാണെന്ന് ഉറപ്പായി. അതിനുള്ള വർക്കുകൾ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. ക്ലിയർ വളരെ കുറവാണ്, മഴ കാരണം. ഇതാണ് വർക്കേഴ്സ് ഇവിടെ വർക്ക് ചെയ്യുന്നത് കാണാം. ഈ കാണുന്നത് എന്താണെന്നറിയോ? ഇവിടെയുണ്ട്, എവിടെയൊക്കെ ഉണ്ട്. പുതുതായിട്ട് ഇവിടുന്ന് കട്ട് ചെയ്തെടുത്ത് വെള്ളം ഒഴുകി പോകാൻ വേണ്ടിയിട്ട് കോർ കട്ടിങ് അറിയാം, അങ്ങനെ ഒരു കട്ടിങ് ചെയ്തെടുത്ത കോൺക്രീറ്റ് ആണ്. അത് ഇവരിങ്ങോട്ട് ഒഴിവാക്കിയതാണ്. അപ്പം മുകളിൽ നിന്ന് താഴോട്ട് തട്ടി കൊടുക്കുന്നുണ്ട്. ഈ സൈഡിലൂടെ JCB ഉപയോഗിച്ച് ഇവിടുന്ന് സൈഡിലേക്ക് വീണ്ടും എടുത്തിട്ടുണ്ട്. മുകളിൽ നിന്ന് തട്ടി കൊടുക്കുന്നത് പാടത്തിൻ്റെ സൈഡിലേക്ക് തട്ടി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള വർക്കുകൾ ഇവിടെ നടക്കുന്നുണ്ട്. ശരിക്കും ഇവിടെ ഇവർ പെട്ട പോലെയാണ്. എടുത്ത വർക്ക് വീണ്ടും വീണ്ടും എടുക്കേണ്ട ഒരു അവസ്ഥയിൽ. ഇതിൻ്റെ ബാക്കിൽ ലാസ്റ്റ് ഭാഗത്ത് വേറൊരു JCB ഉപയോഗിച്ച് അവിടെയും ഇങ്ങോട്ട് റോട്ടിൽ നിന്നുള്ള മണ്ണ് ഇങ്ങോട്ട് തട്ടി കൊടുക്കുന്നുണ്ട്. ഒരു പക്ഷേ നമ്മളിപ്പോൾ അപ്പുറത്ത് കണ്ടത് മണ്ണ് ഈ സൈഡിലേക്ക് കൊണ്ടുവന്ന് ലോറിയിൽ കൊണ്ടുവന്ന് തട്ടി കൊടുക്കുന്നതായിരിക്കും. ആ ഭാഗത്തും പാടത്തിൻ്റെ ഭാഗത്തേക്ക് സൈഡിലേക്ക് ഇറക്കി കൊടുക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് അങ്ങോട്ട് തിരിച്ചു പോവുകയാണ്. ഇനി ഇവിടെ പുതുതായിട്ടുള്ള കാഴ്ചകളൊന്നുമില്ല. ഇതാണ് നമ്മുടെ കൂരിയാട് ഭാഗത്ത് പുതുതായിട്ടുള്ള വർക്കുകൾ. പൈലിങ് നടക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.